ഹായ് മക്കളെ, +1 ഫിസിക്സ് ഇതുവരെ പഠിച്ച് തീർക്കാത്ത കുട്ടികളും ഇതുവരെ സീരിയസ് ആയി പഠിക്കാൻ തുടങ്ങാത്ത കുട്ടികളും മാത്രം ഈ വീഡിയോ തുടർന്ന് കാണാം. പഠിച്ച് തീർത്ത് കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. അവർ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഈ നിമിഷം സ്റ്റോപ്പ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാം. റെഡി, നമുക്ക് കാര്യങ്ങളിൽ കിടക്കാം. നമ്മൾ ഫിസിക്സ് എക്സാമിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഈ ഫൈനൽ ഹവേഴ്സിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് മുമ്പിലുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ഹാർഡ് വർക്ക് എന്നുള്ളൊരു ഓപ്ഷനാണ്. ഓബിയസ്ലി അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് നാളെ എക്സാം ആണ്, ഇന്ന് രാത്രി എന്ത് ചെയ്യുക, ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പല വീട്ടിൽ എന്ത് ചെയ്യും, ഇന്ന് രാത്രി ഉറങ്ങാതെ നാളെ രാവിലെ വരെ ഒരു 1 or 2 hour ഒക്കെ ഉറങ്ങിയിട്ട് മാക്സിമം ഹാർഡ് വർക്ക് എടുക്കാൻ അവർ ശ്രമിക്കും. ഇനി മറ്റു ചില കൂട്ടുകാരുണ്ട്, നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പല ആൾക്കാരും ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളത് അവർ പറയുന്നൊരു വേർഡാണ് സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ്. ഞാൻ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൂടെ ഞാൻ സ്മാർട്ടായിട്ട് ചില കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്തു. അപ്പോൾ ബോർഡ് എക്സാമിൻ്റെ കേസിലായാലും എൻട്രൻസ് എക്സാമിൻ്റെ കേസിലായാലും നിങ്ങൾ പല സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും. അവസാന നിമിഷത്തിൽ ചില കാര്യങ്ങൾ അവർ ചെയ്തു, അതിൽ അവർക്ക് ഭയങ്കര അടിപൊളി റിസൾട്ട്സ് കിട്ടി. നിങ്ങൾ സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും. എഡ്യൂബോർഡിൻ്റെ കൂടെ തന്നെ പല സ്റ്റോറീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, ചില ടിപ്സ് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെഡി, സോ നമുക്ക് സ്മാർട്ടായിട്ട് എങ്ങനെ ഇപ്പോൾ ഈ ഫൈനൽ മൊമെന്റിൽ വർക്ക് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കഴിഞ്ഞ വർഷം 2023 നിങ്ങളുടെ +1 നടന്ന 3 എക്സാംസ് ആണ്. നിങ്ങളുടെ സീനിയേഴ്സിന് മോഡൽ എക്സാം, അതിനുശേഷം പബ്ലിക് എക്സാം, അതിനുശേഷം ഇംപ്രൂവ്മെന്റ് എക്സാം നടന്നിട്ടുണ്ട്. ഇതിന്റെ മാർക്കിംഗ് പാറ്റേൺ ഞാൻ എന്ത് ചെയ്തു, തിയറി, ഡെറിവേഷൻ, ന്യൂമറിക്കൽ എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. തിയറി എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ്, എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, ഒരു കല്ലിന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എത്ര, അതൊക്കെ ബേസിക്കലി ഒരു തിയറി ഓർ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനത്തെ എക്സാമ്പിൾ സംഭവങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് തിയറി എന്ന് പറഞ്ഞു. ബാക്കി ഡെറിവേഷൻ, പിന്നെ ന്യൂമറിക്കൽ, 3 ജനറൽ കാറ്റഗറിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഒരു സമയം എടുത്ത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഞാൻ അതിനുശേഷം പറയുന്നത് സെയിം ആണോ നിങ്ങൾ ചെക്ക് ചെയ്യാം. റെഡി, നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കമൻറ്റുകൾ ഞാൻ വായിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഒരു 2003 മോഡൽ ഒഴികെ ബാക്കി പബ്ലിക് ആയാലും ഇംപ്രൂവ്മെൻ്റ് ആയാലും ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിരിക്കുന്നത് ഏതാ, ഈ ഡെറിവേഷൻ എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഇനിയിപ്പോൾ ആ വർഷമാണെങ്കിൽ പോലും മൊത്തത്തിൽ ആവറേജ് എടുക്കുമ്പോഴും നമുക്ക് ഡെറിവേഷന് നല്ലൊരു വെയിറ്റേജ് 50% മുകളിൽ 50% മുകളിലോ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഓപ്ഷൻ എന്തുണ്ട്, ഡെറിവേഷൻസിനുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യാം. എല്ലാ ചാപ്റ്ററും പഠനം നിന്ന് നിർത്തി എല്ലാ ഡെറിവേഷൻ, ഫിസിക്സിൽ എല്ലാ ഡെറിവേഷൻ അങ്ങോട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ട് പഠിക്കുക എന്നുള്ള ഒരു തീരുമാനം വേണം എടുക്കാം. അതൊരു സ്മാർട്ട് വർക്ക് അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കുകയാണ് ന്യൂമറിക്കൽസ്. നിങ്ങൾ ആലോചിക്കുക, ചില കുട്ടികൾക്ക് പ്രോബ്ലം ചെയ്യാൻ സാറേ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാറില്ല, ന്യൂമറിക്കൽ ചെയ്യാറില്ല. ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പഠിക്കുന്നതൊക്കെ ചിലപ്പോൾ ടാസ്ക് ആയിരിക്കും, ചിലപ്പോൾ പല കുട്ടികൾക്ക് അതിന് പോസിബിൾ ആയിരിക്കില്ല, മേ ബി ലാസ്റ്റ് മൊമെന്റിൽ. അപ്പോൾ അവരെന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ന്യൂമറിക്കലായുള്ള കാര്യങ്ങൾ നോക്ക്. ന്യൂമറിക്കൽസ് നോക്ക്, വളരെ കുറഞ്ഞ മാർക്ക് വെയിറ്റേജ് അല്ലേ വരുന്നുള്ളൂ. കമ്പയർഡ് ടു ദിസ് കുറേ വെയിറ്റേജ് വരുള്ളൂ. ഇനി ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ പഠിക്കാൻ പറ്റിയില്ല, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കണം. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡെറിവേഷൻ്റെ മുകളിലോ അല്ലെങ്കിൽ തിയറിൻ്റെ മുകളിലോ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. നിങ്ങളെ സ്ട്രോങ് ഏരിയ ഏതാണ്, നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, എക്സൽ ചെയ്യാൻ ശ്രമിക്കുക. ചില കുട്ടികൾക്ക് ന്യൂമറിക്കലായിരിക്കും എളുപ്പം, ചില കുട്ടികൾക്ക് ഡെറിവേഷൻ ആയിരിക്കും എളുപ്പം. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഞാൻ പ്രിഫർ ചെയ്യും നിങ്ങൾ ഡെറിവേഷൻസ് എന്ത് ചെയ്യുക, നമ്മൾ പ്രിഫർ ചെയ്യാം. ആൻഡ് ഇനി കാര്യങ്ങളിലേക്ക് ഞാൻ എന്ത് ചെയ്യാം, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കിടക്കാം. നമ്മുടെ ചാപ്റ്റേഴ്സ് വെച്ച് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് 14 പാഠങ്ങളാണല്ലേ. നിങ്ങൾ ഒന്നും കൂടി വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൽ 14 പാഠത്തിൽ നിങ്ങൾക്ക് 100% പോട്ടെ, ഒരു 80% കോൺഫിഡൻസ് പറയാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെ, വീഡിയോയുടെ നമ്പർ ചാപ്റ്ററിൻ്റെ പേര് കമൻറ്റ് ചെയ്തു. ചാപ്റ്റർ നമ്പർ വേണ്ട, ചാപ്റ്ററിൻ്റെ പേര് തന്നെ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. ഞാൻ മോസ്റ്റ് പ്രോബബിലിറ്റി പറയുന്നു, പല കുട്ടികളും പറയാൻ പോകുന്നത് ഒരേ ചാപ്റ്റേഴ്സ് ആയിരിക്കും. പല കുട്ടികളും 80% കോൺഫിഡൻസ് പറയാൻ പോകുന്ന ഒരേ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അത് പ്രൂവൺ ആണ്. കാരണം പല കുട്ടികളും നേരെ പറയും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അവർ പറയും യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പറയും, മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ പറയും, മോഷൻ ഇൻ എ പ്ലെയിൻ പറയും, ലോസ് ഓഫ് മോഷൻ പറയും, വർക്ക് എനർജി പറയും. റൊട്ടേഷൻ പൊതുവെ പറയാറില്ല. ചില ആൾക്കാർ ഗ്രാവിറ്റേഷൻ പറയാൻ ചാൻസ് ഉണ്ട്, സോളിഡ്സ് പറയാൻ ചാൻസ് ഉണ്ട്, ഫ്ലൂയിഡ്സ് അവർ പറയില്ല, ഫ്ലൂയിഡ്സ് അവർ സ്കിപ്പ് ചെയ്യും. തെർമൽ പ്രോപ്പർട്ടി അവർ പറയാൻ ചാൻസ്, നിങ്ങൾ പൊതുവെ പറയാൻ ചാൻസ് കുറവാണ്. തെർമോഡൈനാമിക്സ് പറയാൻ ചാൻസ് ഇല്ല, കൈനറ്റിക് തിയറി പറയാൻ ചാൻസ് ഇല്ല, ഓസിലേഷൻ പറയാൻ, വേവ്സ് പറയാൻ ചാൻസ് ഇല്ല. ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും മെജോറിറ്റി ചാറ്റിൽ ഉണ്ടാവാന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ തന്നെ പൊതുവെ ട്രെൻഡ് കാണാതെ. ചില കുട്ടികളൊക്കെ വെറൈറ്റിക്ക് എല്ലാം പറയാറുണ്ട് കേട്ടോ. നോക്കുക, അപ്പോൾ ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന പാഠത്തിന്റെ വെയിറ്റേജ് നിങ്ങൾ നോക്കുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് 4 സ്കോർ ഉണ്ട്. ഔട്ട് ഓഫ് 60 ആണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് സ്കീം പ്രകാരമാണ്. മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ 5 മാർക്ക്, മോഷൻ ഇൻ പ്ലെയിൻ 6 മാർക്ക്, ലോസ് ഓഫ് മോഷൻ 6 മാർക്ക്, വർക്ക് എനർജി പവറിന് 5 മാർക്ക്, ഗ്രാവിറ്റേഷന് 5 മാർക്ക്.
അപ്പോൾ നിങ്ങൾ ഓവറോൾ നോക്കിക്കേ, നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സിന് തന്നെ ആ മാർക്ക്. ഇതിന് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആണ്. ഇത് ഔട്ട് ഓഫ് 60 ആണ്, ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആണ്. നിങ്ങൾ ആലോചിച്ച് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഇന്ന് രാത്രി നിങ്ങൾ അടിപൊളിയായി റിവൈസ് ചെയ്ത് എല്ലാ പോയിന്റും പഠിച്ചു, ഫുൾ കംപ്ലീറ്റ് 180 ഉള്ളത് 100 എത്തിച്ചു. മോഷനെ സ്ട്രൈറ്റ് ലൈൻ പഠിച്ചു, മോഷനെ പ്ലെയിൻ പഠിച്ചു, ലോസ് ഓഫ് മോഷൻ പഠിച്ചു, വർക്ക് എനർജി പഠിച്ചു, ഗ്രാവിറ്റേഷൻ പഠിച്ചു, അല്ലെങ്കിൽ സോളിഡ്സും പഠിച്ചു. ഇത്രയും പാഠങ്ങൾ പഠിച്ചാൽ തന്നെയുള്ള വെയിറ്റേജ് ഒന്ന് കൂട്ടി നോക്ക്, നല്ലൊരു വെയിറ്റേജ് ആയില്ലേ? തോൽവി എന്ന സാധനം അവിടെ ഒഴിവായില്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവായി. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് തന്നെ പ്രോപ്പറായി പഠിച്ചാൽ അവിടുത്തെ മാക്സിമം സ്കോർ. ഇനി ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാകുമ്പോൾ മാർക്ക് കൂടും, സ്കോറിംഗ് പ്രോബിലിറ്റി കൂടും. അതന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തിയില്ലേ? അപ്പോൾ നിങ്ങൾ പകുതി ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. ഇനി ചില കാര്യങ്ങൾ ഞാൻ പറയാം. പല കുട്ടികൾക്ക് ഈ കൈനറ്റിക് തിയറി ഒക്കെ ഭയങ്കര ടഫാണ്. സാർ ഒന്നും അറിയില്ല. എടാ അത് പഠിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒരു പ്രശ്നമില്ല, കാരണം 2 മാർക്കാണ്. അതിൻ്റെ ഓപ്ഷൻ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് നമുക്ക് മറ്റേതെങ്കിലും ചാപ്റ്ററിൽ ചോദ്യങ്ങളുണ്ടാവും. സോ കൈനറ്റിക് തിയറി നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ പറയാം ലാസ്റ്റ് മൊമെന്റ് നിങ്ങൾക്ക് അറിയില്ല, ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. ഇനി നിങ്ങൾ പറയുകയാണ് സാർ എനിക്ക് തെർമൽ പ്രോപ്പർട്ടി അറിയില്ല, എനിക്ക് ഭയങ്കര ടഫാണ്, ഒരുപാട് സമയം വേണം, ജസ്റ്റ് സ്കിപ്പ് ഇൻ. മാർക്ക് നോക്കണം, 3 മാർക്കല്ലേ ഉള്ളൂ. ലാസ്റ്റ് മൊമെന്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തെർമൽ പ്രോപ്പർട്ടീസ് ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഫൈനൽ മൊമെന്റിൽ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഫുൾ മാർക്ക് ടാർഗറ്റ് ചെയ്യുന്നവർ ഇതൊക്കെ പഠിക്കേണ്ടി വരും. അല്ലാത്തവർ എന്ത് ചെയ്യണം, ഈ തെർമൽ പ്രോപ്പർട്ടിയും കൈനറ്റിക് തിയറിയും നിങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അതിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കുക. അതിന് പകരം നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ട്രെസ് ചെയ്യുക. ഈ പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ വെയിറ്റേജ് നോക്കിയിട്ട് ഒന്ന് സ്മാർട്ടായിട്ട് പഠിക്കുക. ചില പാഠങ്ങൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ നീറ്റും ജെയുടെ കേസിൽ പോലും പലപ്പോഴും കേട്ടതാണ്, ചില പാഠങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് പോലും നല്ല സ്കോറും നല്ല റാങ്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബോർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, പ്രാവർത്തിക്കാൻ പറ്റും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഇനി ഞാൻ പറയുന്ന ടോപ്പിക്സ് മാത്രം നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. അതിനുശേഷം എഡ്യൂപോർട്ടൽ ലൈവും കൂടി നിങ്ങൾ കാണാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഫുള്ളായിട്ട് തന്നെ തീർക്കുക. ഇനി ഓരോ ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾ ഇന്ന് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കേണ്ട ചില ടോപ്പിക്സ് ഇത് പഠിച്ച് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതിന് ശേഷം ഇത് പറഞ്ഞതിന് ശേഷം ഇത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ചാപ്റ്റർ വേറെ ഏത് ടോപ്പിക്ക് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാദ്യം തീർക്കുക, എന്നിട്ട് ബാക്കിയുള്ളോട്ട് പോവാം. സോ നമുക്ക് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വേവ്സ് നോക്കുകയാണെങ്കിൽ അതിൽ വേവ്സിൻ്റെ ടൈപ്സ്, എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. വേവ് ഇക്വേഷൻ ഈ ചാപ്റ്ററിൽ ഇതാണ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ. വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യാനും അതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആ ഇക്വേഷൻ്റെ എഴുതുന്ന ഫോമാറ്റൊക്കെ ഒന്ന് പഠിക്കുക. അതേപോലെ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞാൽ, അതായത് സ്ട്രെച്ച്ഡ് സ്പ്രിങ്ങിലുള്ള കേസ് എപ്പോഴും വരാറുണ്ട്. ഓപ്പൺ പൈപ്പും ക്ലോസ് പൈപ്പും. അതിൽ ക്ലോസ് പൈപ്പാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഓപ്പൺ പൈപ്പ് വന്നത് കുറവാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓർഗൻസ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങളുടെ ഫൈനൽ മൊമെന്റിൽ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. മറ്റേത് സമയം ഉണ്ടെങ്കിൽ മാത്രം ഇതിന് എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. നമുക്ക് ഓരോ ചാപ്റ്ററിൽ കടന്നാലോ? ഇതെങ്ങനെയുണ്ട്, ഐഡിയ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ക്ലിയർ ആവണേ, സമാധാനപ്പെട്ട് പഠിക്കുക. ഓസിലേഷൻ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട കാര്യം, സിമ്പിൾ ഹാർമോണിക് മോഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സിമ്പിൾ പെൻഡുലത്തിൻ്റെയും ഓസിലേറ്ററിംഗ് സ്പ്രിങ്ങിൻ്റെയും ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ഇതിൽ പഠിക്കുക. ഈ ചാപ്റ്ററിൽ ഈ 2 കാര്യം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി എന്തും പഠിച്ചാൽ മതി. ഇത് പഠിച്ചിട്ട് ബാക്കി എന്തും പഠിച്ചാൽ. ഇത് പഠിക്കാതെ ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും പഠിക്കാൻ പോകരുത് കേട്ടോ. റെഡി? ഇനി കൈനറ്റിക് തിയറി നോക്കുകയാണെങ്കിൽ കൈനറ്റിക് തിയറി വെറും 2 മാർക്കിൻ്റെ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം. ഇനി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൈനറ്റിക് തിയറിയുടെ പോസ്റ്റ്ലേറ്റ്സ്, മീൻ ഫ്രീ പാത്തിന്റെ ഡെഫിനേഷൻ, ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ, പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ് ഡെറിവേഷൻ പഠിക്കേണ്ട, നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം പഠിക്കുക, ആ ടേംസ് പഠിക്കുക. കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നൊരു ഹെഡിങ് ഉണ്ട്, ഒരു ഇക്വേഷൻ, അത് പഠിക്കുക. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ, ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ ഡെഫിനേഷൻസേ പഠിക്കേണ്ടി ഉള്ളൂ. ഇതിൽ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഇനി സമയമില്ലെങ്കിൽ നിങ്ങൾ കൈനറ്റിക് തിയറി ജസ്റ്റ് സ്കിപ്പ് 2 മാർക്കേ വെയിറ്റേജ് ഉള്ളൂ. അതായത് 2 മാർക്കിൽ കൂടുതൽ വരും, അത് ഓപ്ഷനിലായിരിക്കും കേട്ടോ. ഇനി തെർമോഡൈനാമിക്സിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ചാപ്റ്റർ ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, 0th ലോ, 1st ലോ, 2nd ലോ പോലെയുള്ള ലോന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്, അഡയാബാറ്റിക്, ഐസോതെർമൽ, ഐസോബാറിക്, ഈ പ്രോസസ് എന്താണെന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലോന്റെ ആ കാര്യങ്ങളും അത് കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും ഉണ്ട്, ചില സംഭവങ്ങൾ കൂടി ഉണ്ട്, അതുകൂടി പഠിച്ചു വെക്കുക. പിന്നെ കാർനോട്ട് എഞ്ചിൻ നിങ്ങൾ പഠിക്കണം കേട്ടോ. കാർനോട്ട് എഞ്ചിൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാർനോട്ട് എഞ്ചിൻ നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ആയി നിങ്ങൾ പറയാൻ പാടുള്ളൂ കേട്ടോ. വർക്ക്ഡ് ഇൻ ഐസോതെർമൽ പ്രോസസ് മാത്രം പഠിക്കുക. അഡയാബാറ്റിക് ഇനി സമയം ഉണ്ടെങ്കിൽ മാത്രം പഠിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ഇട്ടോ. ഐസോതെർമൽ പഠിക്കണേ, അഡയാബാറ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമയമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി തെർമൽ പ്രോപ്പർട്ടിയിൽ വരുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു 3 മാർക്കാണ് സ്കോറാണ് ഇത് വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരും, പക്ഷേ സമയമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റേജ് ഉള്ള മറ്റ് ചാപ്റ്ററിൽ പോവുക. ഇനി പഠിക്കാൻ ലാസ്റ്റ് മൊമെന്റ് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡിഗ്രിയും ഫാരൻഹൈറ്റും കെൽവിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലേ, യൂണിറ്റ് ചേഞ്ച് ഇല്ലേ, അത് പഠിക്കുക. പിന്നെ അതേപോലെ കോഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ആൽഫ, ബീറ്റ, ഗാമ,
ജസ്റ്റ് അതിൻ്റെ എക്സ്പ്രഷൻ പഠിച്ചാൽ മതി. അതിൻ്റെ ഡെറിവേഷൻ സമയം ഉണ്ടെങ്കിൽ പഠിക്കുക. അവർ നമ്മളെ റേഷ്യോ 1:2:3 പഠിക്കുക. പിന്നെ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറും അതിൻ്റെ ഒരു ഗ്രാഫും, ആ ഗ്രാഫൊക്കെ ഒരു 10 സെക്കൻഡോട് പഠിക്കാവുന്നേ ഉള്ളൂ. ഫേസ് ചേഞ്ച്, സബ്ലിമേഷൻ, വാപ്പറൈസേഷൻ, പ്രത്യേകിച്ച് സബ്ലിമേഷൻ നിങ്ങൾ ഫേസ് ചേഞ്ചിൽ പഠിച്ചെന്ന് ഉറപ്പുവരുത്താം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എക്സാമ്പിളാണ് പഠിക്കേണ്ടത്. കഴിഞ്ഞ മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതൊന്ന് പഠിക്കുക, എക്സാമ്പിൾ അടക്കം പഠിക്കുക, ഇവർ എന്താണെന്ന് പഠിക്കുക. പിന്നെ സീ ബ്രീസും ലാൻഡ് ബ്രീസിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അറിയാം, കത്തി അടിക്കേണ്ട. പക്ഷേ അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടി എഴുതാൻ പഠിക്കണം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലത്തിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് പ്രോബ്ലം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലോട്ട് പോവുകയാണെങ്കിൽ വലിയ ചാപ്റ്ററാണ്. ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് കാട് കയറി പഠിക്കരുത്. നിങ്ങൾ പാസ്കൽസ് ലോ പഠിക്കുക, സ്റ്റേറ്റ്മെന്റ് പഠിക്കുക, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് ഇത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും, ഒരു പേടിയും വേണ്ട. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, സ്റ്റേറ്റ്മെന്റും ഡെറിവേഷനും പഠിക്കുക, ചെറിയ സ്റ്റെപ്പല്ലേ ഉള്ളൂ. അതേപോലെ ബെർണോളിയും. ഈ 3 നിങ്ങൾ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും 2 വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കി പോയാൽ മതി. സ്റ്റോക്സ് ലോ, ആ ഇക്വേഷനും ആ ഫിഗറൊക്കെ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കുക. സർഫസ് ടെൻഷനും സർഫസ് എനർജിയും, കൂടുതൽ സർഫസ് ടെൻഷനും മുകളിൽ നിങ്ങൾ സ്ട്രെസ് ചെയ്യുക. അതിൻ്റെ എന്തെങ്കിലും എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആംഗിൾ ഓഫ് കോൺടാക്റ്റും കാപ്പിലറൈസും ഡെറിവേഷൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. അറ്റ്ലീസ്റ്റ് ആംഗിൾ ഓഫ് കോൺടാക്ട് ഒപ്റ്റ്യൂസും അക്യൂട്ട് ആവുന്നുള്ള കേസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഓർത്ത് വെക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ചാപ്റ്റർ വേറെ എന്തും നോക്കിയാൽ മതി. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോൾഡ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ്, ചെറിയ പാടാണ്. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയാം. കാരണം എന്താ അറിയോ, ഇത് കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. എലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി എക്സാമ്പിൾ പഠിക്കുക, ഡെഫിനീഷൻ പഠിക്കുക. സ്ട്രെസ്സും സ്ട്രെയിനും അതിൻ്റെ ഡെഫിനീഷൻ, യൂണിറ്റ്സ് ഒക്കെ പഠിക്കുക. മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റിൻ്റെ ടൈപ്സ്, യങ്സ്, റിജിഡിറ്റി, പിന്നെ ബൾക്ക് പഠിക്കുക. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് ടെൻസൈൽ മെറ്റീരിയൽ എന്ത് ചെയ്യുക, ആ ഗ്രാഫും അതിൻ്റെ പോയിന്റ്സും മാർക്ക് ചെയ്യാൻ പഠിക്കുക. ഇത്ര മതി. ഇത് പഠിച്ചതിന് ശേഷം മാത്രം ബാക്കിയില്ല. സമയം ഉണ്ടെങ്കിൽ ഐ ഷേപ്പ് ഓഫ് ബീമും കൂടി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്തതായിരുന്നു ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനിൽ ഡെറിവേഷൻ ആണ് വരാറ്, കൂടുതൽ ഡെറിവേഷൻ ആണ്. അപ്പോൾ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ് എന്നൊക്കെ ഓൾറെഡി അറിയുമായിരിക്കും. ഈ വേരിയേഷൻ ഓഫ് ഷേപ്പ്, എർത്ത്, ഹൈറ്റ്, ഡെപ്ത്, ഷേപ്പ്, ഇത് 3 കാര്യത്തിൽ. അപ്പോൾ ഒന്നെങ്കിൽ ഹൈറ്റ് വരും അല്ലെങ്കിൽ ഡെപ്ത് വരും. അപ്പോൾ നിങ്ങൾ രണ്ടും പഠിക്കുക. ഇത് അല്ലെങ്കിൽ അത് 3 മാർക്കിന് ഷുവർ ഡെറിവേഷൻ ആണ്. സോ എന്തായാലും വരാൻ പോകുന്നുണ്ട്. എസ്കേപ്പ് വെലോസിറ്റി ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഡെറിവേഷൻ വരാം, 3 അല്ല 4 മാർക്കിനൊക്കെ വരും. ആൻഡ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം പീരീഡ് കഴിയുമ്പോൾ സ്കിപ്പ് ചെയ്തോ. പക്ഷേ ഓർബിറ്റൽ വെലോസിറ്റിയും എനർജി ഓഫ് സാറ്റലൈറ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് കെപ്ലർസിലോ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അറിയുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീവിസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ആ ഒരു 2 മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്, ഗ്രാവിറ്റേഷൻ. ഇനി സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ ടോർക്ക് എന്താണെന്നും ടോർക്കിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആ ടോർക്കിൻ്റെ എന്തെങ്കിലും എക്സാമ്പിളൊക്കെ വരാൻ ചാൻസ് കേട്ടോ. പിന്നെ റിലേഷൻ ബിറ്റ്വീൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോർക്കും ആംഗുലർ മൊമെന്റും നമ്മുടെ റിലേഷൻഷിപ്പ് ഡെറിവേഷൻ വരും, 2 മാർക്കിനാണ് വരാറ്. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, ഈ ചാപ്റ്ററിലെ മറ്റൊരു കൺസെപ്റ്റാണ് ഇത്. ഇത് തിയറി എക്സാമ്പിളിലൊക്കെ ആയിട്ട് വരും. നമ്മുടെ കൺസർവേഷൻ ആംഗുലർ മൊമെന്റത്തിന് പല എക്സാമ്പിൾസ് ഇല്ലേ, ഡാൻസർ കേസൊക്കെ ഇല്ലേ, അതൊക്കെ വരും. പിന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ജസ്റ്റ് ഡെഫിനേഷൻ ഉള്ളൂ, അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഡിലീറ്റ് ആണ്. ജസ്റ്റ് എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, ജസ്റ്റ് ഡെഫിനേഷൻ പഠിക്കുക, അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. റേഡിയസ് ഓഫ് ഗൈറേഷൻ ജസ്റ്റ് ഇക്വേഷനും സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. ഇത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ചാപ്റ്റർ വേറെ ഒന്നും നോക്കിയാൽ മതി. വർക്ക് എനർജി പവറിൽ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക, എക്സാമ്പിൾ ഓർത്ത് വെക്കുക. അതിൻ്റെ ഏതെങ്കിലും ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വർക്ക് എനർജി തിയറം സ്റ്റേറ്റ് ചെയ്യാനും പ്രൂവ് ചെയ്യാനും പഠിക്കുക. മൊമെന്റം കൈനറ്റിക് എനർജി റിലേഷൻഷിപ്പിൽ ഇക്വേഷൻ പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾ. ഹെവി ബോഡി, ലൈറ്റർ ബോഡിയിൽ ആർക്കാണ് മൊമെന്റം കൂടുതൽ, ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിൻ്റെ ആ ക്വസ്റ്റ്യനും ഗ്രാഫിക്കൽ വേരിയേഷനും ഷേപ്പൊക്കെ, ഗ്രാഫൊക്കെ ബേസ് ആർക്കും പഠിക്കാൻ പറ്റുന്നുള്ളൂ. ഒറ്റ തവണ വരച്ച് പഠിച്ചാൽ പഠിക്കും. ഇതിൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ മറന്നുപോയത്. ഗ്രാഫിക്കൽ വേരിയേഷൻ എന്തായാലും ചോദിക്കും. ഒന്നെങ്കിൽ സ്പ്രിങ് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചോദിക്കും, ഫ്രീലി ഫോളിക് ബോഡിയുടെ ഗ്രാഫിക്കൽ വേരിയേഷൻ ചോദിക്കും. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക കേട്ടോ. എക്സാമ്പിൾസ് പഠിക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് പോലെ. പവറിൻ്റെ ഇക്വേഷനും യൂണിറ്റ് ഒക്കെ ഒന്ന് ഓർത്തൊക്കെ കഴിയാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇനി ലോസ് ഓഫ് മോഷനിലോട്ട് പോകുകയാണെങ്കിൽ ഇനേഷ്യയുടെ എക്സാമ്പിൾ, ഇനേഷ്യയുടെ എക്സാമ്പിൾ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇല്ല. എക്സാമ്പിൾ എല്ലാ വർഷവും വരാറുണ്ട്. ഏതെങ്കിലും എക്സാം ബ്രേക്ക് ഇടുന്ന സമയത്ത്, വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഇനേഷ്യ വരും. പിന്നെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊന്ന് സെക്കൻഡ് ഇക്വേഷൻ മോഷനൊക്കെ ഡിറൈവ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുക, സെക്കൻഡ് ഇക്വേഷൻ മോഷൻ ഡിറൈവ് ചെയ്യുന്നതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് ഇക്വേഷൻ മോശമല്ല, സെക്കൻഡ് ഇക്വേഷൻ ഫിസിക്കൽ എം എ ഒക്കെ ഡിറൈവ് ചെയ്ത് നോക്കുക. ലീനിയർ മൊമെന്റം ആൻഡ് ഇമ്പൾസിന്റെ എക്സാമ്പിൾസ്, എന്തെങ്കിലും എക്സാമ്പിൾസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇമ്പൾസിന്റെ ആ ബോളർ ക്യാച്ച് ചെയ്യുന്ന കേസൊക്കെ ഇല്ലേ, ആ എക്സാമ്പിളൊക്കെ വരാൻ ചാൻസ്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് തിയറിയാണ് കേട്ടോ വരിക, ഇവിടുന്ന് തിയറിയാണ് കൂടുതൽ വരിക. പിന്നെ കൺസർവേഷൻ മൊമെന്റം, സ്റ്റേറ്റ്മെന്റും ഡെറിവേഷനും വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. ഫ്രിക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രിക്ഷന് ടൈപ്പ് ഏതാണെന്നും അതിൻ്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പഠിച്ചു വെക്കുക. ആ ഒരു ടയറിൻ്റെ തേയ്മാനും അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ഓർത്ത് വെക്കുക. പിന്നെ സർക്കുലർ ലെവൽ റോഡാണ് നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുമെങ്കിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. സർക്കുലർ ലെവൽ റോഡ് പഠിക്കുക. എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാങ്ക്ഡ് റോഡും പഠിക്കുക. എന്നിട്ട് ബാങ്ക്ഡ് റോഡും കൂടി പഠിക്കുക കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി പഠിക്കാം. ഓക്കെ, സമയം ഉണ്ടാക്കണം നിങ്ങൾ. കാരണം ഒന്നെങ്കിൽ ലെവൽ റോഡ് അല്ലെങ്കിൽ ബാങ്ക്ഡ് റോഡ്.
എന്നുള്ള കാര്യമാണ് സ്ഥിരമായിട്ട് വരാറ് കേട്ടോ. വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രയാങ്കുലർ ലോ സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മതി. പാരലോഗ്രാം പഠിക്കാൻ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പോകരുത്. പാരലോഗ്രാം സ്റ്റേറ്റ്മെന്റ് അതിൽ റിസൾട്ടന്റ് ഓഫ് വെക്ടറിന്റെ ഡെറിവേഷൻ വരാറുണ്ട്. പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട് ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് മാക്സിമം റേഞ്ച് ഇതൊക്കെ പഠിക്കുക. അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ തിയറി കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാം. മാക്സിമം റേഞ്ചിന് 45 ഡിഗ്രി, മാക്സിമം ഹൈറ്റിന് 95 ഡിഗ്രി, ഇങ്ങനത്തെ 90 ഡിഗ്രി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, ഇതൊക്കെ പ്രൊജക്ടൈലിൽ ചോദിക്കും കേട്ടോ. സോ ഡെറിവേഷൻ ചോദിക്കും, കൺസെപ്റ്റ് ചോദിക്കും. സോ പ്രൊജക്ടൈൽ മോഷനിൽ മാത്രമായിട്ട് നിങ്ങൾ 3 അല്ലെങ്കിൽ 4 മാർക്ക് എക്സ്പെക്ട് ചെയ്യണം. സോ പ്രൊജക്ടൈൽ മോഷനിൽ എന്തായാലും സ്കിപ്പ് ചെയ്ത് യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. വിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ചെറിയ ഡെറിവേഷനാണ്, 4 സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കുക കേട്ടോ. സെൻട്രിപിറ്റൽ ആക്സിലറേഷന്റെ ഡെറിവേഷൻ ഓർത്ത് വെക്കുക. ഡെറിവേഷൻ വന്നു കഴിഞ്ഞാൽ 3 മാർക്കിനാണ് ചോദ്യം വരിക. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിലൂടെ പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സ്പീഡും വെലോസിറ്റി നമ്മൾ ഡിഫറൻസ് ഓർത്ത് വെക്കുക. യൂണിഫോം മോഷനും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനും എന്താണ് ഡെഫിനീഷനാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇനി യൂണിഫോം മോഷൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, അവിടുത്തെ ആക്സിലറേഷൻ 0 ആയിരിക്കും എന്നുള്ള അങ്ങനത്തെ കൺസെപ്റ്റ് ചോദ്യങ്ങളൊക്കെ വരും. ഇനി എക്സ് ടി ഗ്രാഫുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്ലോപ്പ് വെലോസിറ്റിയാണ്. അതേപോലെ വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണ്. വി ടി ഗ്രാഫിന് താഴെയുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആൻഡ് ഇക്വേഷൻ മോഷൻ എന്ത് ചെയ്യും, നിങ്ങൾ അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഈ വി ടി ഗ്രാഫിന് ഇക്വേഷൻ മോഷൻ പ്രത്യേകിച്ച് SC/UT+R ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ആൻഡ് ഇതിൻ്റെ ഗ്രാഫിൻ്റെ വി ടി ഗ്രാഫിൻ്റെ പ്രോബ്ലം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. 3 മാർക്കിനൊക്കെയാണ് പ്രോബ്ലം ചോദിക്കുക. വിട്ടുപോയത് വി ടി ഗ്രാഫ് ലാസ്റ്റ് ടൈമിൽ എന്തായാലും റിവൈസ് ചെയ്യണം, പ്രോബ്ലം ചെയ്യാൻ പഠിക്കും വേണം. ആൻഡ് യൂണിറ്റ് മെഷർമെന്റിലൊക്കെ ഏറ്റവും എളുപ്പമുള്ള പാടാണ്. SI യൂണിറ്റും സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും എന്താണെന്ന് ഓർത്ത് വെക്കുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനി സ്റ്റേറ്റ് ചെയ്യാൻ, ഇതൊക്കെ സ്റ്റേറ്റ് ചെയ്യണം. 4 മാർക്കിൻ്റെ പാടാണ്. 4-5 മാർക്ക് എങ്ങാനുണ്ട്, 4-5 മാർക്ക് എങ്ങാനുണ്ട് ഇയാൾക്ക്. ഇതൊക്കെ എളുപ്പം, ഇതൊക്കെ ഷുവർ മാർക്കാണ്. പിന്നെ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ പഠിക്കുക. ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. ലോസ് ഒക്കെ റിവൈസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ ഇനി നിങ്ങൾ തീരുമാനം എടുക്കണം. നിങ്ങൾ സ്മാർട്ട് വർക്ക് എടുക്കുമോ അത് എടുക്കും. ഇനി നിങ്ങൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് മോഡൽ എക്സാമിന് ശേഷം വന്നിട്ട് നിങ്ങൾ സെയിം കമൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, റിപ്ലൈ കൊടുക്കണം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റിപ്ലൈ തരാം കേട്ടോ. സോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂടെ പേടിയുള്ള ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ.